நமது ஜெபம் டிவியில் ഉയരുള്ള ക്രിസ്തുവൈ വെളിപ്പെടുത്തുതൽ. നമ്മൾ ന്യായപ്രമാണം എന്ന നിഴലിൽ ജീവിക്കുന്നവരല്ല. ആമേൻ. ഇപ്പോഴും പാവ ഉണർവിലും കുറ്റ ഉണർച്ചയിലും പിഴയ്ക്കുമ്പടിയാക നാം ന്യായപ്രമാണം എന്റേതാണ് നിഴലിൽ വാഴുகிறவர்களല്ല. പൂർത്തി വരുത്താൻ കഴിയാത്ത ന്യായപ്രമാണം എന്ന നിഴലിൽ ജീവിക്കുന്നവരല്ല നിങ്ങൾ. ആമേൻ. പരിപൂർണപ്പെടുത്ത മുടിയാതതാണ് ന്യായപ്രമാണം എന്റേതാണ് നിഴലിൽ വാഴുகிறவர்களല്ല നിങ്ങൾ. ഓ റിയലായ നമ്മുടെ പൊരുളായ ക്രിസ്തുവിൽ ജീവിക്കുന്നവരത്രേ നമ്മൾ. ആമേൻ. മെയ്யான നമ്മുടെ സ്വതന്ത്രமான ക്രിസ്തുവുക്കുள் വാഴുகிறவர். Christ Generation Ministries presents Revealing the Living Christ every Saturday at 8 p.m. Don't miss it on Jebam TV. ലേഖനം 10-ാം അധ്യായം 4-ാമത്തെ വാക്യം നിങ്ങൾ വായിക്കുമ്പോൾ നിരൂപം 10-ാമത് അധികാരം 4-ാമത് വചനം നാം വാസിക്കുമ്പോൾ കാളകളുടെയോ ആട്ടുകൊറ്റന്മാരുടെയോ രക്തത്തിന് പാപങ്ങളെ നീക്കാൻ കഴിയുന്നതില്ല എന്ന് എഴുതിയിരിക്കുന്നു. കാളை വെള്ളാട്ടുക്കട ഇവകളുடைய രക്തം പാവങ്ങളെ നിവൃത്തി ചെയ്യ മാട്ടാതെ എന്ന് വചനം சொல்கிறது. അപ്പോൾ നോക്കിയേ, ലെവിറ്റിക്സ് പുസ്തകത്തിൽ 4-ാം അധ്യായത്തിനകത്ത് എഴുതി വെച്ചിരിക്കുക. ആമേ. ലേവിയർ ആഗമം 4-ാമത് അധികാരത്തിൽ ഈ വിധமாக എഴുതി வைத்திருக்கிறது. ഒരു അഭിഷിക്തനോ പുരോഹിതനോ അല്ലെങ്കിൽ ജനങ്ങളോ പാപം ചെയ്താൽ അവർക്ക് ഏറ്റവണ്ണമുള്ള യാഗമൃഗത്തെ എടുത്ത് അതിനെ യാഗമാക്കി അതിന്റെ രക്തം അവിടെ തളിക്കുമ്പോൾ ഇവർക്ക് പാപക്ഷമ ലഭിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. அந்த இடத்துல நம்ம பார்க்கும்போது அபிஷேகம் பெற்ற ஆசாரியன் ஜனங்கள் ஆமென் குற்றத்திற்கு உட்பட்டத்தக்கதாக பாவம் செய்தால் தான் செய்த பாவ நிமித்தமாக ஆமென் பழுதற்ற ஒரு இளங்காளையை பாவ நிவாரண பலியாக கர்த்தருடைய சந்நிதியில் கொண்டு வர கடவன் என்று சொன்னார். എല്ലാ യാഗങ്ങളെ കുറിച്ചും എഴുതിയിരിക്കുന്ന എബ്രായ ലേഖനകർത്താവ് എബ്രായ ലേഖനം 10-ാം അധ്യായം 4-ാമത്തെ വാക്യത്തിനകത്ത് പറയുക, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കാൻ കഴിയുന്നതല്ല. ஆனால் எல்லா பலிகளை குறித்தும் எழுதியிருக்கிற எபிரேய நிரூபத்திலே வசனத்தில் நாம் பார்க்கும் பொழுது இங்கே வசனம் சொல்கிறது, காளை வெள்ளாட்டுக்கடா இவைகளுடைய இரத்தத்திற்கு பாவத்தை நிவர்த்தி செய்ய முடியாதே என்று சொல்லி. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ആ പദം ഒന്നും കൂടെ പറയുക, ആമേൻ, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. அப்போ ஆமென் அந்த வசனத்தை மறுபடியும் சொல்கிறோம். ஆமென். காளை வெள்ளாட்டுக்கடா இவைகளுடைய இரத்தம் பாவங்களை நிவர்த்தி செய்ய மாட்டாதே என்று வசனம் சொல்கிறது. അപ്പോൾ എന്തിനാണ് ഇവിടെ പഴയ നിയമത്തിനകത്ത് ഇങ്ങനെ ഒരു യാഗം അർപ്പിച്ചത്?
பின்ன ஏன் பழைய உடன்படிக்கையிலே இவ்விதமாக சில பலிகளே வைக்கப்பட்டிருக்கிறது? കാരണം ഒരു മരണത്തിലൂടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം നൽകുന്നു എന്ന് ദൈവം അവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു സമ്പ്രദായം അത്. ஆமென் ஆமென். ஏனென்றால் ஒரு மரணம் வழியாக பாவங்கள் மறைக்கப்படுகிறது என்பது கர்த்தர் அவர்களுக்கு கொடுத்திருக்கிறதான ஒரு காரியம். അത് കർത്താവ് കൊടുത്തത് എന്തിനാണെന്നറിയാവോ? അത് ദൈവം കൊടുത്തത് പാപം മരണശിക്ഷ അർഹിക്കുന്നതാണെന്ന് നമ്മൾ അറിയുവാൻ വേണ്ടിയിട്ടാണ്. ஆமென். அது ஏன் கர்த்தர் தந்தார் என்று சொன்னால் பாவமானது மரண தண்டனைக்கு ஆமென் தகுதியுள்ள ஒன்றாக இருக்கிறது என்று சொல்லி ஜனங்களை புரிய வைக்கும்படியாக. ഹല്ലേലൂയ. പാപം മരണശിക്ഷ അനുഭവിക്കുന്നു എന്ന് ആളുകളെ ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് കർത്താവ് അപ്പോൾ അങ്ങനെ ചെയ്തത്. ஆமென். கர்த்தர் ஏன் அவ்விதமாக செய்ய வைக்கிறார்? பாவமானது மரண தண்டனையை கொண்டு வருகிறது என்று சொல்லி ஜனங்கள் நினைவு கூற வேண்டும் என்று சொல்லிதான் ஆமென் அந்த விஷயத்தை ஞாபகம் கொண்டு வந்தார். പാപത്തിന്റെ ശമ്പളം മരണമാണ്. ஆமென். வசனம் சொல்கிறது பாவத்தினுடைய சம்பளம் மரணம். അപ്പം മരണശിക്ഷ അനുഭവിക്കേണ്ട, മരണശിക്ഷയ്ക്ക് അർഹരായ നമ്മുടെ പാപത്തിൽ നിന്ന് എന്നേക്കുമായി നമ്മളെ മോചിപ്പിച്ച് പിതാവിനോട് നിരപ്പ് പ്രാപിക്കാൻ വേണ്ടിയിട്ട് യേശു നമുക്ക് വേണ്ടി പാപപരിഹാര യാഗമായി, ഹോമയാഗമായി യേശു തന്നെ സമർപ്പിച്ചത്. அப்போ அன்பானவர்களே, பாவத்துக்கு மரண தண்டனை பெற்றுக்கொள்ள வேண்டிய நமக்கு பதிலாகத்தான் கல்வாரி சிலுவையிலே நம்முடைய கர்த்தராகிய இயேசுவானவர் தம்மை தாமே ஆமென் ஒரு பாவ நிவாரண பலியாக ஒப்புக்கொடுத்தார். ദൈവമക്കളെ, നമുക്ക് ലഭിച്ച ആ രക്ഷ എന്ന് പറയുന്നത് സാധാരണമായതല്ല, അതൊരു ചെറിയ രക്ഷയല്ല. ஆமென். தேவனுடைய பிள்ளைகளே, நமக்கு கிடைத்திருக்கிறதான அந்த ரட்சிப்பு இது சாதாரணமான ஒரு சின்ன விஷயம் அல்ல. പഴയ നിയമത്തിൽ കാളകളെയും ആടുകളെയും എല്ലാം യാഗമർപ്പിക്കുന്നു. എന്നാൽ എബ്രായ ലേഖനം പറയുന്നു കാളകളുടെയും ആട്ടുകൊറ്റന്റെയും രക്തത്തിന്റെ പാപങ്ങളെ നീക്കുവാൻ കഴിയുന്നതല്ല. ஆமென். பழைய உடன்படிக்கையிலே ஆமென் காளை வெள்ளாட்டு கடா இதையெல்லாம் பலி செலுத்துகிறது. ஆனால் வசனம் சொல்கிறது காளை வெள்ளாட்டு கடா இதனுடைய இரத்தங்களுக்கு பாவத்தை ஒருபோதும் நிவர்த்தி செய்ய முடியாது என்று. ഹല്ലേലൂയ. എന്നാൽ എബ്രായ ലേഖനം 9-11 വാക്യം നിങ്ങളൊന്ന് വായിച്ചാട്ടെ. ஆனால் எபிரேயர் நிருபம் 9வது அதிகாரம் அதனுடைய 11வது வசனம் நீங்க வந்து வாசித்து பாருங்க. വരാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് ஆமென் கிறிஸ்துவானவர் வரப்போகிற നന്മകൾക്കുரிய പ്രധാന ആസാരിയരായി വെളിപ്പെട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി, ஆமென் கையினால் செய்யப்படாததாகிய அப்படின்னு சொன்னால் இந்த சிருஷ்டி சம்பந்தமானதல்லாமல் വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് എന്നേക്കുമായിട്ടുള്ള ഒരു വീണ്ടെടുപ്പ് സാധിപ്പിച്ചു. ஆமென். பெரிதும் உத்தமமான கூடாரத்தின் வழியாகவும் வெள்ளாட்டுக்கடா இளங்காளை இவைகளுடைய இரத்தத்தினாலே அல்ல, தம்முடைய சொந்த இரத்தத்தினாலும் ஒரே தரம் மகா பரிசுத்த ஸ்தலத்திலே பிரவேசித்து நித்திய மீட்பை உண்டு பண்ணினார். പാപത്തിൽ നിന്ന് നമ്മളെ വീണ്ടെടുക്കാൻ ഒരു മരണ ശിക്ഷ ആവശ്യമായിരിക്കുമ്പോൾ, ആമേൻ, പാപത്തിൽ നിന്ന് നമ്മെ மீட்டுக்கொள்ள ஒரு மரண தண்டனை தேவையாக வரும் பொழுது, ആമേൻ, ക്രിസ്തു നമുക്ക് വേണ്ടി യാഗമായി തീർന്നു, നമുക്ക് വേണ്ടി ഒരു സിൻ ഓഫറിംഗ് ആയി മാറി. கிறிஸ்துவானவர் நமக்காக ஒரு பாவ நிவாரண பலியாக மாறினார், ഒരു യാഗമായി മാറി, ஒரு பாவ பலியாக மாறினார். ഓ, ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താൽ അല്ല. ആമേൻ. അത് ആമേൻ വെള്ളാട്ട് കടാ ഇളങ്കാളை ഇവകളുടെ രക്തത്തിനാലേ അല്ല, സ്വന്ത രക്തത്തിനാലേ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിപ്പിച്ചു. ആമേൻ. പരിശുദ്ധ ആലയത്തുக்குள் പ്രവേശിத்து, ഞാൻ പറയുന്നു സ്വന്ത രക്തത്തിനാൽ, ഞാൻ சொல்கிறேன் സ്വന്ത രക്തത്തിനാലേ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു, പരിശുദ്ധ സ്ഥലത്തിലേ പ്രവേശിத்து നമുക്ക് എന്നേക്കുമായിട്ടുള്ള ഒരു വീണ്ടെടുപ്പ് നേടിത്തന്നു, നിത്യ மீட்பை உண்டு பண்ணினார். ഓ, എന്നേക്കുമായ ഒരു വീണ്ടെടുപ്പ് എനിക്ക് ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നവർ മാത്രം ഒന്ന് കരമുയർത്തി ഒന്ന് പ്രൈസ് ചെയ്തു തുടങ്ങിയാട്ടെ. நித்திய மீட்பு நமக்கு வந்தது அந்த உறுதி உள்ளவர்கள் மட்டும் உங்களுடைய கரங்களை உயர்த்தி பிரைஸ் பண்ணுங்க. ഈ രക്ഷയുടെ സെലിബ്രേഷനെ നമ്മൾ ഇവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത്, இந்த രക്ഷയുടെ സെലിബ്രേഷൻ தான் இந்த இடத்தில் നമ്മൾ கொண்டாடுகிறோம். ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ആട്ടുകൊറ്റന്റെ കന്നുകാലികളെ യാഗം അർപ്പിച്ച് അതിന്റെ രക്തം കൊണ്ടുപോകുന്നത് ഒരു മഹാപുരോഹിതനാ. ആമേൻ. இந்த வெள்ளாட்டு கடா இளங்காளை இவர்களுடைய இரத்தத்தை அர்ப்பித்து அதை கொண்டு போகிறது ஒரு பிரதான ஆசாரியன். അവൻ ഊനമില്ലാത്ത ഒരു യാഗമൃഗത്തെ ഇവർ തെരഞ്ഞെടുത്ത് ആ യാഗമൃഗത്തെ
യാഗമർപ്പിച്ച് അതിന്റെ രക്തവുമായി മഹാപുരോഹിതൻ അതിപരിശുദ്ധ സ്ഥലത്തിലേക്ക് പ്രവേശിക്കും. പഴുതറ്റ അമേൻ ഒരു മൃഗത്തെ அதை தெரிந்து கொண்டு அதை பலி செலுத்தி அதனுடைய இரத்தத்தோடு கூட மகா பிரதான ஆசாரியன் உட்பிரவேசிக்கிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ രക്തം മുഴുവൻ സമാഗമന കൂടാരത്തിന്റെ വാതിക്കലുള്ള ഹോമയാഗത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയും. അമേൻ அந்த இரத்தத்தை முழுவதுமாக ஆசரிப்பு கூடாரத்தினுடைய முன்பகுதியிலே அமேன் அந்த அங்கே ஊற்றி விடுவார். ആമേൻ. അതിനു മുമ്പ് அதற்கு முன்பதாக അഭിഷിക്തനായ പുരോഹിതൻ அமேன் அபிஷேகம் பண்ணப்பட்டதான அந்த ஆசாரியன் യാഗമൃഗത്തിന്റെ രക്തം എടുത്തുകൊണ്ട് அமேன் அந்த களையினுடைய இரத்தத்தில் கொஞ்சம் எடுத்து ആമേൻ സമാഗമന കൂടാരത്തിനകത്ത് കൊണ്ടുവരണം. அது ஆசரிப்பு கூடாரத்தில் கொண்டு வரப்பட வேண்டும். ആമേൻ. പുരോഹിതൻ രക്തത്തിൽ വിരൽ മുക്കി தன் விரலை இரத்தத்தில் அமேன் தோய்த்து യഹോവയുടെ സന്നിധിയിൽ വിശുദ്ധ മന്ദിരത്തിന്റെ തിരശീലയിൽ മുമ്പിൽ 7 പ്രാവശ്യം തളിക്കണം. பரிசுத்த ஸ்தலத்தின் திரைக்கு எதிரே கர்த்தருடைய சந்நிதியில் 7 தரம் தெளிக்க கடவன். ആമേൻ. അതിനുശേഷം യഹോവയുടെ സന്നിധിയിൽ സമാഗമന കൂടാരത്തിന്റെ സുഗന്ധവർഗത്തിലുള്ള ധൂപവർഗത്തിൽ കൊമ്പുകളിലും പുരട്ടണം. அமேன். அதற்கு பிறகாக ஆசாரியன் அந்த இரத்தத்திலே கொஞ்சம் எடுத்து ஆசரிப்பு கூடாரத்தில் கர்த்தருடைய சந்நிதியில் இருக்கிற அமேன் அந்த சுகந்த பலிபீடத்தில் அது பூசி அமேன் அந்த കൊമ്പുകളിലെ പൂസപ്പെട வேண்டும். ഇത് ശുദ്ധീകരണത്തെ കാണിക്കുന്നു. ഇത് ശുദ്ധീകരിപ്പை കാട്ടുகிறது. അതിനുശേഷം அதற்கு பிறகாக രക്തം മുഴുവനുமாக സമാഗമന കൂടാരത്തിന്റെ വാതിക്കലുള്ള ഹോമയാഗത്തിൻ പീഠത്തിന്റെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. ஆசரிப்பு கூடார வாசலுக்கு முன்பாக இருக்கிற தகன பலிபீடத்தின் அடியிலே ஊற்றிவிட வேண்டும். ഹല്ലേലൂയ. ഒരു തുള്ളി രക്തം പോലും പാപയാഗത്തിന്റെ മൃഗത്തിന്റെ അകത്ത് പിന്നെ ഉണ്ടാകരുത്. அப்படி என்று சொன்னால் ஒரு சொட்டு ரத்தம் கூட பின்ன பாவ நிவாரண பலிக்காக செலுத்தப்படுகிறதான அந்த மிருகத்துக்குள்ள இருக்க கூடாது. ആ യാഗമൃഗത്തിന്റെ രക്തം മുഴുവനും എടുത്ത് ഈ മഹാപുരോഹിതൻ ഒഴിച്ചു കളയണം. அந்த பலிமிருகத்துக்குள்ள இருக்கிற ரத்தத்தை முழுவதுமாக எடுத்து அதை முழுவதுமாக இந்த ஆசாரியன் ஊற்றிவிட வேண்டும். നമുക്ക് വേണ്ടി കർത്താവ് യേശു ക്രിസ്തു അവസാന തുള്ളി രക്തം വരെ ചൊരിഞ്ഞു. ആമേൻ. நமக்காக நம்முடைய கர்த்தராகிய இயேசுவானவர் தம்முடைய கடைசி சொட்டு ரத்தம் வரைக்கும் சிந்தினார். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ഒരു തുള്ളി രക്തം പോലും യേശുവിന്റെ ശരീരത്തിൽ മിച്ചം വരാത്ത രീതിയിൽ അവസാന തുള്ളി രക്തം പോലും നമുക്ക് വേണ്ടി ചൊരിഞ്ഞു യേശു കർത്താവ്. ஒரு சொட்டு ரத்தம் கூட தம்முடைய சரீரத்தில் மிஞ்சாத படிக்க தம்முடைய கடைசி சொட்டு ரத்தம் வரைக்கும் இயேசுவானவர் நமக்காக എത്ര വലിയൊരു രക്ഷയാ കർത്താവ് നമുക്ക് നേടി തന്നിരിക്കുന്നത്. எவ்வளவு பெரிதான ஒரு ரட்சிப்பு தான் கர்த்தராகிய இயேசுவானவர் நமக்கு ഹല്ലേലൂയ. ഒന്നുമില്ലാത്ത പാപത്തിന്റെ അടിമത്തത്തിൽ കിടന്ന നമ്മളെ, അതിക്രമ നിമിത്തം മരണത്തിൽ കിടന്ന നമ്മളെ, പിതാവുമായി ശത്രുത്വമുള്ള നമ്മളെ ഇന്ന് ദൈവരാജ്യത്തിൽ ആക്കി വെച്ചെങ്കിൽ യേശു കർത്താവ് അതിനുവേണ്ടി തന്റെ അവസാന തുള്ളി രക്തം വരെ ചൊരിഞ്ഞിരിക്കുക. ആമേൻ. പാപത്തിനുடைய அடிமைத்தனத்தில் இருந்த நம்மை, பிதாவோடு சத்துருக்களாய் இருந்த நம்மை, ஆமென், அடிமைத்தனத்தில் அக்கிரமத்தில் இருந்த நம்மையும் கர்த்தராகிய இயேசு கிறிஸ்து தம்முடைய கடைசி சொட்டு ரத்தம் வரைக்கும் சிந்தி நம்மையும் ഇന്ന് ഈ വീണ്ടെടുപ്പിനെ അറിയുന്നവർ മാത്രം ഒന്ന് സെലിബ്രേറ്റ് ചെയ്തു തുടങ്ങിയാട്ടെ. இன்றைக்கு இந்த மீட்பை அறிகிறவர்கள் மட்டும் இதை கொண்டாடுவோம். ഇന്ന് ഈ രക്ഷയെ തിരിച്ചറിയുന്നവർ മാത്രം ഒന്ന് പ്രൈസ് ചെയ്തു തുടങ്ങിയാട്ടെ. இன்றைக்கு இந்த ரட்சிப்பை அறிகிறவர்கள் மட்டும் கர்த்தரை துதிக்க ஆரம்பிங்க. ഹല്ലേലൂയ. ഹല്ലേലൂയ. പഴയ നിയമ കാലഘട്ടത്തിൽ ആട്ടുകൊറ്റനോ കാളക്കിടാവിനോ തരാൻ പറ്റാത്ത ഒരു വീണ്ടെടുപ്പാണ് കർത്താവ് യേശു നമുക്ക് നൽകിയിരിക്കുന്നത്. പഴയ ഉടമ്പടിക്കയിലെ ഒരു വെള്ളാട്ടുകടാ, ആമേൻ, ഒരു കാളை இதுக்கு தர முடியாததான ஒரு மீட்பை தான் புதிய உடன்படிக்கையில் கிறிஸ்துவானவர் நமக்கு தந்தார். അവരുടെ പാപങ്ങളെ അല്പമായി ഒന്ന് മറയ്ക്കാൻ കഴിയും. ஆமென். அந்த பலிகளுக்கு அவர்களுடைய பாவங்களை கொஞ்சமாக மறைக்க முடியும். എന്നാൽ അവരുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാൻ കഴിയത്തില്ല. ஆனால் அவர்களுடைய மனசாட்சியை சுத்திகரிக்க முடிவதில்லை. അത് ഒരു തവണ കൊണ്ട് തീരത്തില്ല. அது ஒரு தடவையினால் அது சுத்திகரிப்பு நடப்பதில்லை. വർഷം ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ஆண்டுகளுக்கு இத மறுபடியும் ரிப்பீட் பண்ணிக்கொண்டே இருக்க வேண்டும். വർഷം ഇവർ സമാഗമന കൂടാരത്തിനകത്ത് വരണം. ഇവരുടെ പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗമൃഗത്തെ ഇവർ അർപ്പിക്കണം. ஆண்டுக்கு இவர்கள் ஆசரிப்பு கூடாரத்தில் வர வேண்டும். தங்களுடைய பாவங்களுடைய விடுதலைக்காக ஆமென் ஒரு பலி மிருகத்தை செலுத்திக் கொண்டே இருக்க வேண்டும். ചിന്തകൾക്കകത്ത് ഇവർക്ക് വ്യത്യാസം വരുന്നില്ല. பாவ சிந்தனையில் நின்று அவர்களுக்கு வித்தியாசம் வரவில்லை. പാപത്തിന്റെ ശക്തിയിൽ നിന്ന് ഇവർക്ക്
പുറത്തു വരാൻ കഴിയുന്നില്ല. பாவ வல்லமையில் நின்று அவர்களுக்கு வெளியே வர முடியவில்லை. ദൈവവുമായിട്ടുള്ള ഒരു നിരപ്പ് ഇവർക്ക് പ്രാപിക്കാനോ ഒരു ബന്ധത്തിലേക്ക് ഇവർക്ക് പ്രവേശിക്കാൻ കഴിയുന്നില്ല. தேவனோடு ஒரு ஒப்புரவுக்கு வர ஆமென் அந்த உறவுக்கு வர இவர்களால முடியவில்லை. ആചാരം പോലെ വർഷം വർഷം ഈ സിൻ ഓഫറിംഗ് ഇവർ അർപ്പിച്ചുകൊണ്ടിരിക്കണം. ஒரு கலாச்சாரம் போல ஆண்டு 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 இவர்கள் இந்த பாவ நிவாரண பலியை செலுத்திக் கொண்டே இருக்க வேண்டும். ഹല്ലേലൂയ ஹalleluya. ഇവർക്ക് പാപ ചിന്തകൾക്കകത്തുനിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല. இவர்களுக்கு பாவ சிந்தனையில் நின்று வெளியே வர முடிவதில்லை. പാപത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പുറത്തു വരാൻ കഴിയത്തില്ല. இவர்களுக்கு பாவத்தினுடைய அடிமைத்தனத்தில் நின்று வெளியே வர முடியவில்லை. എന്നാൽ എബ്രായ ലേഖനത്തിനകത്ത് 9-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെ പറയുന്നത്. ஆனால் எபிரேயர் நிருபம் 9வது அதிகாரம் அதனுடைய 11வது வசனம் விதமாக சொல்கிறது. യേശു കർത്താവ് സ്വന്തം രക്തത്തിനാൽ ആമേൻ കർത്താവാകിയ യേശുവാനவர் சொந்த இரத்தத்தினாலே വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചു. ആമേൻ കൂടാരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമായിട്ടുള്ള ഒരു വീണ്ടെടുപ്പ് നിലനിൽക്കുന്ന ഒരു വീണ്ടെടുപ്പ് നമുക്ക് നേടിത്തന്നു. நிச்சயமான ஒரு மீட்பு என்னென்னைக்கும் நிலை நிற்கிறதான ஒரு மீட்பை நமக்காக വർഷം അവൻ ഇനി ഒരു യാഗത്തിന്റെ ആവശ്യമില്ല. இனி ஆண்டு ஆண்டு ஒரு பலி செலுத்த வேண்டியதான தேவையில்லை. ഹല്ലേലൂയ. എബ്രായ ലേഖനം 10-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. എബ്രേയർ നിരുപം 10வது அதிகாரம் அவருடைய 10வது வசனம் விதமாக சொல்கிறது. ആ ഇഷ്ടത്തിൽ നാം യേശുക്രിസ്തു ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. ஆமென். இயேசு கிறிஸ்துவினுடைய சரீரம் ஒரே தரம் பலியிடப்பட்டதினாலே அந்த சித்தத்தின்படி நாம் பரிசுத்தமாக்கப்பட்டிருக்கிறோம். ഹല്ലേലൂയ. ஆமென். യേശു കർത്താവ് ഒരിക്കലായി കഴിച്ച ശരീരയാഗത്താൽ ஆமென். கர்த்தராகிய இயேசுவானவர் ஒரே தரம் பலியிடப்பட்டதினாலே ആമേൻ നമ്മൾ വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നു. നാം പരിശുദ്ധവാன்களாக்கப்பட்டிருக்கிறோம். ഹല്ലേലൂയ. ഹല്ലേലൂയ. 14-ാമത്തെ വാക്യം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ. அதனுடைய 14வது வசனம் ஒன்று கவனித்துக் கொள்ளுங்க. ഏകയാഗത്താൽ ஆமென். என்ற ஒரே பலியினாலே അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് இவர் பரிசுத்தமாக்கப்படுகிறவர்களை സദാകാലത്തിലേക്കും என்றென்றைக்கும் സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. പൂരണപ്പെടുത്തി இருக்கிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. ഒരേ യാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് அப்போ ஒரே பலியினாலே பரிசுத்தமாக்கப்பட்டவர்களுக்கு അവൻ ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് ஒரே பலியினாலே பரிசுத்தமாக்கப்பட்டவர்களுக்கு സദാകാലത്തിലേക്കും என்றென்றைக்கும் சதா காலத்திற்கும் സൽഗുണപൂർത്തി വരുത്തിയിരിക്കുന്നു. ஆமென். ஒரு பூரணப்படுத்தல் வந்திருக்கிறது. എത്ര പേർക്ക് ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു? எத்தனை பேருக்கு இது புரிந்து கொள்ள முடிகிறது? ആമേൻ. ആമേൻ. ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെട്ടവർക്ക് ஆமென். ஒரே பலியினால் பரிசுத்தமாக்கப்பட்டவர்களுக்கு അവർക്കൊരു എറ്റേണൽ പെർഫെക്ഷൻ സദാകാലത്തിലേക്കും അവരെ സൽഗുണപൂർത്തി വരുത്തിയിരിക്കുക. ஆமென். அவர்களுக்கு என்றென்றைக்குமான ஒரு பரிபூரணப்படுத்துதல் வந்திருக்கிறது. ആ പെർഫെക്ഷൻ എന്ന പദം அந்த பெர்ஃபெக்ஷன் എന്നதான வார்த்தை ടെലിയോ എന്ന പദം അവിടെ കൊടുത്തിരിക്കുന്നത്. டெலையோ എന്നதான வார்த்தை சொல்கிறது. ആമേൻ. ടെലിയോ എന്ന പദത്തിന്റെ അർത്ഥം டெலையோ എന്നதான வார்த்தைக்கு அர்த்தம் അവരെ പൂർത്തിയാക്കുക, പൂർണ്ണമാക്കി മാറ്റുക. அவர்களை பூரணப்படுத்துவது. ഹല്ലേലൂയ. ஹalleluya. ആമേൻ. ഒരു കുറവുമില്ലാത്ത രീതിയിൽ അവരെ മാറ്റി തീർക്കുക. ஒரு குறைவுமே இல்லாத விதமாக அவர்களை மாற்றுவது. ഹല്ലേലൂയ. ஹalleluya. ഒരു അല്പം പോലും കുറവില്ലാത്ത രീതിയിൽ അവരെ പരിപൂർണമാക്കി മാറ്റുകയാണ്. ആമേൻ. கொஞ்சம் கூட குறைவே இல்லாத நிலவரத்தில் அவர்களை பரிபூர்ணப்படுத்துவது. യേശു കർത്താവിന്റെ യാഗത്താൽ യേശു ക്രിസ്തുവിന്റെ ബലിയിനാൽ ടെലിയോ നിങ്ങളെ സൽഗുണപൂർത്തിയുള്ളവരാക്കി മാറ്റിയിരിക്കുന്നു. ഒരു എറ്റേണൽ പെർഫെക്ഷൻ പിതാവായ ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുകയാണ്. என்றென்றைக்குமான ஒரு பரிபூர்ணப்படுத்துதல் கர்த்தர் உங்களுடைய வாழ்க்கையிலே செய்திருக்கிறார். ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. അത് ഡിയാനെക്കസ് ആമേൻ ടെലിയോ എന്ന പദമാണ് കൊടുത്തിരിക്കുന്നത്. ആമേൻ. അത് ദിയാനക്കസ് ടെലയോ എന്നതാണ് വാർത്ത சொல்கிறது. കണ്ടിന്യൂസ് ആയിട്ട് നിരന്തരമായി നിങ്ങളെ പൂർണ്ണതയുള്ളവരാക്കി ഒരു കുറവില്ലാത്തവരാക്കി കർത്താവ് മാറ്റിയിരിക്കുന്നു. ആമേൻ. കണ്ടിന്യൂസാக നിരന്തരமாக പരിപൂർണപ്പെടുത്തി இருக்கிறார். ദൈവമക്കളെ നിങ്ങൾക്ക് ഏതു സമയത്തും പിതാവിന്റെ സാന്നിധ്യത്തിലേക്ക് പ്രവേശിക്കാം. ദൈവനുடைய பிள்ளைகளே இப்பொழுது உங்களுக்கு எந்த நேரத்திலும் பிதாவினுடைய பிரசன்னத்துக்குள் பிரவேசிக்கலாம். കുറവുള്ളവരായിട്ടല്ല, குறைவுள்ளவர்களாக, അശുദ്ധിയുള്ളവരായിട്ടല്ല, அசுத்தமுள்ளவர்களாக அல்ல, കളങ്കമുള്ളവர்களாக அல்ல, കുറ്റമുള്ളവர்களாக அல்ல, വിശുദ്ധിയോടെ പരിശുദ്ധത്തോടെ ഗുണപൂർത്തി പ്രാപിച്ചവരെ പോലെ, എന്നേക്കും പരിപൂർണപ്പെട്ടവர்களாக, നീതിമാന്മാരെ പോലെ, നീതിമാன்களாக, പ്രിയ മക്കളെ പോലെ, ഓ നേസകുമാരர்களாக, പിതാവിന്റെ മഹത്വത്തിലേക്ക്, പിതാവിന്റെ സാന്നിധ്യത്തിലേക്ക്, പിതാവിന്റെ തേജസ്സിലേക്ക് നിങ്ങൾക്ക് എപ്പോൾ വേണേലും പ്രവേശിക്കാനായിട്ട് സാധിക്കും. പിതാവിനുடைய மகிமைக்கு, பிதாவினுடைய பிரசன்னத்துக்கு நேராக உங்களுக்கு எப்பொழுதும் பிரவேசிக்க முடியும். ഹല്ലേലൂയ. ஹalleluya. എത്ര പേർക്ക് ഇത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു? ஓ எத்தனை பேருக்கு இது புரிந்து கொள்ள முடிகிறது?
ന്യായപ്രമാണം എന്ന് പറയുന്നത് വരാനുള്ള നന്മകളുടെ നിഴൽ മാത്രമായിരുന്നു. ന്യായപ്രമാണം என்பது வர இருக்கிற நன்மைகளுடைய நிழலாக மாத்திரம் இருந்தது. ന്യായപ്രമാണം ഒരു പൊരുളല്ല, ഒരു റിയൽ ആയിട്ടുള്ള കാര്യമല്ല, ഒരു നിഴൽ മാത്രമായിരുന്നു. ആമേൻ. ന്യായപ്രമാണം என்பது மெய்யான ஒரு விஷயம் அல்ல, அது ஒரு நிழல் மாத்திரமாக இருந்தது. ആ യാഗങ്ങളാൽ ആണ്ടുതോറും സൽഗുണപൂർത്തി വരുത്തുവാൻ സാധിച്ചിരുന്നില്ല. ആമേൻ. அதனால் பழைய உடன்படிக்கை பலிகளினாலே ஒரு மனுஷனுக்கும் ആമേൻ പരിപൂർണപ്പെட முடியவில்லை. എന്നാൽ യഥാർത്ഥ ആ യാഗം എന്ന് പറയുന്നത് അത് കർത്താവ് യേശു കർത്താവ് ഒരിക്കല എന്നേക്കുമായി സ്വന്തം രക്തത്താൽ വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ച് നമുക്ക് നേടിത്തന്ന ആ വീണ്ടെടുപ്പത്രേ. ஆனால் இயேசுவானவர் ஒரே தரமாக நமக்காக பரிசுத்த ஸ்தலத்தில் பிரவேசித்து ஆமென் நமக்காக மீட்டு தந்த அந்த பலிதான் மெய்யான பலி என்று சொல்லுவோம். നമ്മൾ നിഴലിൽ ജീവിക്കുന്നവരല്ല ദൈവമക്കളെ, നമ്മൾ യഥാർത്ഥമായി ആ പൊരുളിൽ ജീവിക്കുന്നവരത്രേ. அன்பானவர்களே, நாம் இப்பொழுது நிழலில் வாழ்கிறவர்கள் அல்ல, மெய்யான அந்த தேவபுத்திரர்கள் என்ற பதவியில் வாழ்கிறவர்கள். ഇപ്പോഴും പാപബോധത്തിലും കുറ്റബോധത്തിലും ജീവിക്കാൻ നമ്മൾ ന്യായപ്രമാണം എന്ന നിഴലിൽ ജീവിക്കുന്നവരല്ല. ആമേൻ. இப்பொழுதும் பாவ உணர்விலும் குற்ற உணர்ச்சியிலும் பிழைக்கும்படியாக நாம் நியாயப்பிரமாணம் என்றதான நிழலில் വാഴുகிறவர்கள் அல்ல. പൂർത്തി വരുത്താൻ കഴിയാത്ത ന്യായപ്രമാണം എന്ന നിഴലിൽ ജീവിക്കുന്നവരല്ല നിങ്ങൾ. ആമേൻ. പരിപൂർണപ്പെടുത്ത முடியாததான நியாயப்பிரமாணம் என்றதான நிழலில் வாழுகிறவர்கள் அல்ல நீங்கள். റിയലായ നമ്മുടെ പൊരുളായ ക്രിസ്തുവിൽ ജീവിക്കുന്നവരത്രേ നമ്മൾ. ആമേൻ. மெய்யான நம்முடைய சுதந்திரமான கிறிஸ்துவுக்குள் வாழ்கிறவர்கள். പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ധാരാളമായിട്ടുണ്ടാകട്ടെ. യെശയ്യാ പ്രവചന പുസ്തകം 61-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യം തൊട്ട് വായിക്കുമ്പോൾ വാക്യത്തിനകത്ത് ഇങ്ങനെ നമുക്ക് കാണുവാൻ സാധിക്കും. വചനം പറഞ്ഞു, എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കുവാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുകൊണ്ട് യഹോവയായ കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലിരിക്കുന്നു. ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യം അറിയിക്കുവാനും യഹോവയുടെ പ്രസാദവർഷം അറിയിക്കുവാനും യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അപ്പോൾ പറയുക, ഹൃദയം തകർന്നവരെ മുറികെട്ടുക. തകർന്നു പോയ ഹൃദയങ്ങളെ വീണ്ടും ആ മുറിവുകളെ ഉണക്കി അവരെ ബലപ്പെടുത്തി കൊണ്ടുവരുന്ന നല്ലൊരു കർത്താവായ യേശു ക്രിസ്തു നമുക്കുണ്ട്. ആ യേശു ഇന്നും ജീവിക്കുന്നു. ഇന്ന് നമ്മുടെ കൂടെ കണ്ണൻ ബ്രദർ കണക്റ്റ് ആയിട്ടുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ യേശു എന്താണ് അത്ഭുതം ചെയ്തിരിക്കുന്നതെന്ന് അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. അവരുടെ ലൈഫിൽ യേശു എന്താണ് അത്ഭുതം ചെയ്തിരിക്കുന്നത്, ആ സാക്ഷ്യമൊന്ന് ഞങ്ങളോട് സംസാരിക്കാം. എനിക്ക് கொஞ்சம் என்னுடைய பொருள்கள் எல்லாம் நஷ்டமாக இருந்தது. வண்டி இதெல்லாம் ஓட்டுனே நஷ்டமாச்சு. என் பேரில் பல பிரச்சனைகள் இருந்துச்சு. இப்போ எனக்கு எதுக்கு செத்தரணும் அங்கே உள்ள முடிவில் தான் இருந்தேன். நான் என் பேரில் எனக்கு குத்தஞ்சமத்தவங்க பேரில் எழுதி வச்சு நான் சூசைட் பண்ண போனேன். சூசைட் பண்ண போகும்போது பார்த்திங்கன்னா அந்த டைம் வந்து எனக்கு ஏசப்பா வந்து என் மேலே தொட்டாங்க. அந்த ஒரு நொடியில் நான் டேமில் விழுந்து செத்துடலான்னு பார்த்தேன். அதுக்குள்ளே ரெக்கார்டிங்லாம் எடுத்து வச்சு எல்லாருக்குள்ள பேரை எழுதி வச்சுட்டு தான் நான் ரெக்கார்டிங் பண்ணிவிட்டு சாட போனேன். அந்த நேரம் என்குள்ள அண்ணங்கள வைஃப் அவங்க வந்து என்னை காப்பாற்றினாங்க. வந்து வீட்டுக்கு போன உடனே அப்போ இவனை எங்கேயாச்சும் கொண்டு போகணும் அப்படின்னு அவங்க വേറെ വിധமாக நினச்சாங்க. അവരുടെ ലൈഫിനെ കുറിച്ച് ബ്രദർ പറയുന്നത്, ജീവിതം മുഴുവൻ തകർന്നു, എല്ലാം നഷ്ടപ്പെട്ടു. ലേഖനം എന്ന് പറയാം, ഒരു കേസ് കയറി വന്നു. അത് ബ്രദർ ചെയ്ത തെറ്റല്ലായിരുന്നു. അത് നാളുകളല്ലേ കോടതിയിൽ വിചാരണ നടന്നുകൊണ്ടിരുന്നു. ഒരു കൊല്ലമായിട്ട്, ഒരു വർഷമായിട്ട് കോടതിയിൽ അതിൻ്റെ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം തകർന്നു, ജീവിതം മടുത്തു. ആത്മഹത്യ ചെയ്യാൻ പോയ ആളാണ്. ആത്മഹത്യ ചെയ്യാൻ പോയി അവിടെ മരിക്കുന്നിടത്ത് വെച്ച് തന്നെ അദ്ദേഹം ഒരു വീഡിയോ എടുത്തു, അല്ലേ? ഒരു സെല്ലിനകത്തൊരു വീഡിയോ എടുത്തു. പക്ഷേ അന്നും മരിക്കാതെ കർത്താവ് യേശു വേറെ അവിടുന്ന് പ്രൊട്ടക്റ്റ് ചെയ്തു. 3ാം ട്രിപ്പ് ഞാൻ മരിക്കുന്നത് 3ാം ട്രിപ്പ് പോയതോ. ആദ്യം ഞാൻ മറയൂരിൽ ജീവിച്ചുകൊണ്ടിരുന്നു. മറയൂരിൽ വെച്ചാണ് എൻ്റെ പേരിൽ അന്നുള്ള കേസ് വന്നായിരുന്നു. അവിടെ കോയിൽക്കടവ് പാലത്തിലിருந்து താഴോട്ട് 100 അടിയുടെ ആഴമുണ്ട്. അതിലൊന്ന് ചാടിയിട്ടും എന്നെ കർത്താവ് നിന്നും എന്നെ രക്ഷപ്പെടുത്തി. 100 അടി താഴേക്ക് ചാടിയായിരുന്നു. ആ ആറ്റിൽ, ആ മറയൂർ എന്ന് പറഞ്ഞ ആറ്റിൽ വന്നിട്ട് കോയിൽക്കടവ് ഭാഗത്തില് ആ വെള്ളത്തിലെ കാല് വെച്ച് സ്ലിപ്പായി പോയാൽ ആരും ഇതുപോലെ ജീവനോടെ ഉണ്ടായിട്ടില്ല. ഞാൻ മുകളിലൊന്ന് താഴോട്ട് ചാടിയതാണ്. ആ പാലത്തിന് മുകളിലൊന്ന് താഴെ ചാടിയിട്ടും എനിക്ക് ഒരു ചെറിയ പൊട്ടൽ കൂടിയില്ല. അവിടെ പറയുന്നത് 100 അടി
താഴ്ചയിലേക്ക് ചാടി, വെള്ളത്തിലേക്ക് ചാടി. പക്ഷേ ഒരു പ്രശ്നവും ഇല്ലാതെ യേശു അവിടെ സംരക്ഷിച്ചു. എന്നിട്ടും വീണ്ടും ആ തകർച്ചയിലായതുകൊണ്ട് വീണ്ടും ആത്മഹത്യ ആ പ്രവണത ജീവിതത്തിലുണ്ടായിരുന്നു. ആത്മഹത്യ ചെയ്യണമെന്നുള്ള ആ ചിന്തയ്ക്കകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രിയെക്കുറിച്ച് ബ്രദർ കേൾക്കുന്നതല്ലേ? അന്നേരം എൻ്റെ അണിയനൊരു ഇതൊക്കെ ചെയ്യും. ഒരു ക്രൈസ്റ്റ് ജനറേഷൻ മിനിസ്ട്രിയെക്കുറിച്ച് സംസാരിച്ചു. അപ്പം അവിടെ ചെന്നിട്ട് വിടാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എന്നെ കുറ്റി നിനക്ക് ഒന്നും പറയാൻ പാടില്ല, എനിക്ക് നാണക്കേടാകുന്നുണ്ട്, എൻ്റെ കേസ് എന്ന് പറഞ്ഞിട്ടപ്പോഴാണ് എന്നെ അവിടെ കൊണ്ടുവന്ന് വിട്ടു. കാരണം ബ്രദർ പറഞ്ഞത് കൂടെ കൊണ്ടുവന്ന് വിട്ട ആളോട് ബ്രദർ പറഞ്ഞിരുന്നു, എൻ്റെ കേസിനെ പറ്റി ഒന്നും പറയരുത്, എനിക്കത് നാണക്കേടാകും, അതുകൊണ്ട് അത് ആരോടും സംസാരിക്കരുത്, പള്ളിയിൽ പോയാലും ആരോടും പറയരുതെന്നൊക്കെ പറഞ്ഞാണ് അവിടെ വന്നത്. അതെ. അപ്പം അന്നേരം തന്നെ പാസ്റ്റർ തന്നെ പ്രാർത്ഥിച്ചപ്പം നിങ്ങളുടെ പേരിൽ ഒരു കേസ് ഉണ്ട് എന്ന് പാസ്റ്റർ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു. ഞാൻ അവരോട് പ്രാർത്ഥിക്കും. പരിശുദ്ധാത്മാവ് അത് റിവീൽ ചെയ്തു. കേസിൽ നിന്ന് കർത്താവ് നിങ്ങളെ സ്വതന്ത്രമാക്കുക എന്ന് പറഞ്ഞു. അതുമാത്രമല്ല ബ്രദറിൻ്റെ ആത്മഹത്യ, ആ ദുരാത്മാവിൽ നിന്ന് കർത്താവ് ബ്രദറിനെ രക്ഷിക്കുക എന്നു ഞാൻ ബ്രദറോട് സംസാരിച്ചു. അപ്പോൾ എനിക്ക് വന്നിട്ട് പണിയെടുക്കാൻ പറ്റില്ല. എനിക്ക് വണ്ടി ഇത് ആയുസുള്ള ഇത് 95 ടിച്ച. ഇതിനകത്ത് ഞാൻ വീട്ടിൽ കിടക്കുന്നപ്പം എനിക്ക് 2 തലകാണി വെച്ചാണ് ഞാൻ കിടക്കുന്നത്. അപ്പം അന്നേരം വന്നിട്ട് എനിക്ക് ഇന്ന് വന്നിട്ട് ആദ്യമായിട്ട് എനിക്ക് ഡോണി പാസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പം എൻ്റെ നടുവിൻ്റെ പ്രശ്നമുള്ളതാണ്. എനിക്ക് നടുവിൻ്റെ പ്രശ്നമുള്ളപ്പം വന്നിട്ട് ആദ്യമായിട്ട് ടോണി പാസ്റ്റർ വന്നിട്ട് എനിക്ക് പ്രാർത്ഥിച്ചപ്പം എനിക്ക് ആ നടുവേദന വിട്ട് മാറിപ്പോയി. അന്നേരം എനിക്ക് കൂടുതൽ പറയുന്നത് ആ വരുന്ന സമയത്ത് ബ്രദറിന് ബാക്ക് പെയിൻ ഉണ്ടായിരുന്നു, ആ തലയ്ക്ക് വേദന ഉണ്ടായിരുന്നു, 2 പില്ലോ വെച്ചിട്ടാണ് കിടക്കുന്നത്. 2 പില്ലോ. അന്ന് പ്രാർത്ഥിച്ചപ്പോൾ ആ ബാക്ക് പെയിൻ പരിപൂർണമായിട്ട്, ആ നടുവേദന പരിപൂർണമായിട്ട് ഹീലായി. പിന്നെ എന്തൊരു മുഴയുണ്ട്, കട്ടി ഉണ്ടായിരുന്നല്ലേ? മുള ഉണ്ടായിരുന്നു. അത് എൻ്റെ ഉറുപ്പിളുണ്ടായിരുന്നതാ. അത് ഓപ്പറേഷൻ ചെഞ്ഞിട്ടും ശരിയായിട്ടില്ല, വീണ്ടും അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ആൾക്കാരുടെ മുമ്പിൽ വെച്ച് എനിക്ക് അവിടെ വെച്ചിട്ട് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല. അപ്പൊ എന്റെ ഇത് ഇങ്ങനെ കൈ വെച്ചിട്ട് പ്രാർത്ഥനാ സമയത്ത് അത് കൈ വെച്ചു. ആ മുഴ പരിപൂർണമായിട്ട് മാറി, പൂർണ്ണമായിട്ടും ആ മുഴ സൗഖ്യമായെന്ന് പറയുന്നു. ഇന്ന് ആ സഭയിൽ വന്ന് യേശു ഉടനെ തൊട്ട് ഇന്ന് ആ കേസിനകത്ത് നിന്നെല്ലാം പൂർണ്ണമായിട്ട് യേശു സ്വതന്ത്രമാക്കി. ഇപ്പോൾ ഒരു കേസ് പോലും ഇല്ല, കേസിനകത്ത് നിന്ന് കർത്താവ് സ്വതന്ത്രമാക്കി. ഇപ്പോൾ ഇവിടെ എൻ്റെ ലൈഫ്, ആ വീഡിയോ എടുത്തത് ഫോണിനകത്തുണ്ടല്ലേ? ആ വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിക്കാവോ? ഇതാ ബ്രദർ പറയുന്ന ഒരു വീഡിയോ, സൂയിസൈഡ് ചെയ്യാൻ പോകുന്ന സമയത്ത് എടുത്ത വീഡിയോ ആണ്. പിന്നെ നമ്മുടെ ലൈഫ് ഇപ്പോൾ എങ്ങനെയുണ്ട്? ഇപ്പം എനിക്ക് ഇപ്പൊ ആത്മഹത്യ ചെയ്യണമെന്നുള്ള ചിന്തയുണ്ട്. അല്ല, എനിക്ക് ജീവിക്കണം എന്ന് പറഞ്ഞു. കൂടുതൽ എനിക്ക് ജീവിക്കണം, നല്ല പോലെ ഏസപ്പാടെ കൂടെ എന്നിട്ട് എന്നെ നോക്കുന്നവര് അടുത്തും ഞങ്ങൾ നല്ല ഒരു സാക്ഷിയായിട്ട് നിൽക്കണമെന്നുള്ള ഇതാ. ഈ സാക്ഷ്യം വന്നിട്ട് എനിക്ക് എൻ്റെ ഈ ഹൃദയത്തിലെന്ന് പറഞ്ഞതാണ്. പക്ഷെ എനിക്ക് ഈ കർത്താവിനെടുത്തിട്ട് എല്ലാവരും എന്നെപ്പോലെ എനിക്ക് തന്ന അത്ഭുതം നിങ്ങൾക്കും കിട്ടും. നിങ്ങൾ കർത്താവ് എടുത്തിട്ട് നിങ്ങൾ ജപിച്ചെങ്കിൽ നിങ്ങൾക്കും എന്നുള്ള അത്ഭുതം കിട്ടും. ഈ ഒരു മടങ്ങ് എന്നെ തട്ടി ബെസ്റ്റായിട്ട് ഇവർക്കും കിട്ടണം. അമ്മേ, അത് പറയുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ച യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. இன்னைக்கு 95 தையல் மட்டும்தான் தெரியும். ஆனால் நான் 80 கிலோ வெயிட் வச்சு தூக்குவேன். என்னுடைய கிருபை യേശുപ്പ கூட கிருபை. 95 തയ്യൽ നെറ്റിയിലുണ്ടായിരുന്നു. പക്ഷേ എത്ര തയ്യലായിരുന്നു? 95. എത്ര കിലോ വെയിറ്റ് എടുക്കുന്ന? 85 കിലോ വെയിറ്റ് എടുപ്പേ. 95 തയ്യൽ നെറ്റിയിലുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം 80 കിലോ വെയിറ്റ് പോലും ആ തലയിൽ വെച്ച് ചുമക്കുമെന്നാണ് പറയുന്നത്. യേശു ചെയ്ത എത്ര വലിയ അത്ഭുതം. ആ യേശു നിങ്ങളെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. நம்முடைய ஞாயிற்றுக்கிழமை ஆராதனை காலை 10 மணி அளவில் கில்கால் ஹால், போஸ்ட் ஆபீஸ் எதிரி, மூனார். நம்முடைய ஜூம் மீட்டிங் எல்லா ஞாயிற்றுக்கிழமைகளும் காலை 7:30 மணி அளவிலும் எல்லா வெள்ளிக்கிழமைகளும் மாலை 6:30 மணி அளவிலும் நடைபெறும். கர்த்தர் செய்த அற்புத சாட்சிகளும் ஆசீர்வதிக்கப்பட்ட வார்த்தைகளும் உங்களுக்கு கிடைக்க கிரைஸ்ட் ஜெனரேஷன் மினிஸ்ட்ரீஸ் என்ற எங்களுடைய யூடியூப் சேனல் சப்ஸ்கிரைப் செய்யவும். வாட்ஸ்அப் மூலியமாக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447775093.
ஜெப உதவிக்காக எங்களை தொடர்பு கொள்ள வேண்டிய தொலைபேசி எண் 9447750993. பிரதர் டோனி பிரான்சிஸ், சிஸ்டர் ஜினு டோனி இவர்களுடைய அப்கமிங் மீட்டிங்ஸ் இவைகளை குறித்து அறியவும் மீட்டிங்ஸ் நடத்துவதற்கும் 9447442660 என்ற எண்ணிற்கோ அல்லது 9447775093 என்ற எண்ணிற்கோ அழைக்கவும்.